ഇത് നമ്മൾ ഹെൽത്തി പിങ്ക് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ബീട്രൂട്ട് അരച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വെള്ളം തിളപ്പിക്കത്തില്ലേ, അതേപോലെ വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ പരുവത്തിന് നന്നായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അതേ പരുവത്തിന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്കുള്ള ഫില്ലിങ്സ് നമുക്കിനി ഉണ്ടാക്കാം. ഇതിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഫില്ലിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ള അവൽ എടുത്തിട്ടുണ്ട്. വെള്ളയോ അല്ലെങ്കിൽ കുത്തരിയുടെ അവലോ ഏത് വേണമെങ്കിലും, റെഡ് അവലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ള അവലായതുകൊണ്ട് അത് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്. ഒരല്പം ശർക്കര ചിരവിയതും കൂടെ ഇടുന്നുണ്ട്. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം. ശർക്കരയാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഇച്ചിരി നെയ്യും കൂടെ ഒഴിക്കാം. നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലിട്ട് ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി അവലും തേങ്ങയൊക്കെ ആയിട്ട് ചേർന്ന് ആ നെയ്യുടെയൊക്കെ കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് അത് ഡ്രൈ ആവാനായിട്ട് നിൽക്കേണ്ട. ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യാം. നമുക്ക് ആ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയത്തിന് ഇതുപോലെ നമ്മുടെ ബോൾസ് ഉരുട്ടി ഉരുട്ടി വെക്കാം. ഇനി നമുക്ക് ഓരോന്നും എടുത്ത് അതിനകത്ത് ഈ ഫില്ലിങ് നിറയ്ക്കാം. കൈ നല്ല ചൂടുള്ള ഹെൽത്തി പിങ്ക് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ബീട്രൂട്ട് കൊഴുക്കട്ടാന്നോ പിങ്ക് ബോൾസ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.